ഓം ശ്രീമാത്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. ഇടവം രാശിക്കാർക്ക് ജീവൻ പോയാലും ഏപ്രിൽ 11, 12, 13, 14, 15 തീയതികളിൽ ഈ 3 സ്ഥലങ്ങളിലേക്ക് അബദ്ധത്തിൽ പോലും പോകരുത്. സമയം വളരെ കുറവാണ്. കാരണം നിങ്ങൾ ഈ 3 സ്ഥലങ്ങളിലേക്ക് പോയാൽ അപ്രതീക്ഷിത അപകടങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ രാഹുവും കേതുവും അവരുടെ ഉഗ്രരൂപം ധരിക്കും. ഏപ്രിൽ മാസത്തിൽ വേനൽക്കാലം ചൂട് കൂടുതലായിരിക്കും. അതായത് ചൂട് കൂടുതലായിരിക്കും. ചൂട് എങ്ങനെയാണോ അതുപോലെയാണ് ഈ സമയത്ത് രാഹു കേതുക്കളും അവരുടെ ഉഗ്രരൂപം പ്രാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകരുത്. പോയാൽ വളരെ അധികം നഷ്ടം സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നഷ്ടം സംഭവിക്കുക എന്നതും ഞാൻ ഇവിടെ വ്യക്തമായി പറയാം. അത് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ക്ഷമയോടെയും ശ്രദ്ധയോടെയും പ്രത്യേകമായി ഇരുന്നില്ലെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിലാണെങ്കിലും വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. കാരണം ചില കാര്യങ്ങൾ എന്താണിതെന്നോർത്ത് നമ്മൾ തള്ളിക്കളയാറുണ്ട്. മനുഷ്യർക്ക് എന്താണെന്നാൽ എളുപ്പത്തിൽ ലഭിക്കുന്ന എന്തിനേയും അവർ നിസ്സാരമായി കാണാറുണ്ട്. കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിന് മൂല്യം കൂടുതലായിരിക്കും. എന്നാൽ ദൈവാനുഗ്രഹം എങ്ങനെയാണെന്നാൽ ഈ ഇടവ രാശിക്കാർക്ക് നിങ്ങൾ ചെയ്ത പുണ്യത്താലും നിങ്ങൾ ചെയ്ത പൂജകളാലും നിങ്ങളുടെ നന്മയാലും ദൈവം തന്നെയാ പരമേശ്വരൻ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുത്തുകയായിരുന്നു. ഭഗവാൻ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ തോളിൽ തട്ടി ഉണർത്തുന്നതുപോലെ ചില കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാകും. എന്താണിതെന്നോർത്ത് തള്ളിക്കളഞ്ഞ എത്രയോ പേർ കാലഗതിയിൽ ലയിച്ചുപോയിട്ടുണ്ട്. കൺചിമുന്ന വേഗത്തിൽ നമുക്ക് നല്ലത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊരു തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോ ഞാൻ അല്ല, സാക്ഷാൽ ആ പരമേശ്വരൻ തന്നെ എന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതാണെന്ന് കരുതി ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഞങ്ങൾ പറയുന്ന 3 സ്ഥലങ്ങളിലേക്ക് മാത്രം പോകരുത്. അതുപോലെ പോകേണ്ട സ്ഥലങ്ങളും ഞാൻ ഇപ്പോൾ പറയാം. അവിടെ പോയാൽ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓം നമോ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ദയവായി വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി പിന്തുണയ്ക്കുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് വഴി വീഡിയോ കൂടുതൽ ഇടവ രാശിക്കാർക്ക് എത്തിച്ചേരുകയും അവർക്കും പ്രയോജനപ്പെടുത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ പരമേശ്വരൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ തീർച്ചയായും സഹായം ചെയ്യും. കാരണം നിങ്ങളുടെ ലൈക്ക് 4 സുഹൃത്തുക്കളിലേക്ക് എത്താൻ സഹായകമാകും. അവരെയും അവരുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിച്ചവരാകും. അതുകൊണ്ട് ഒരു ലൈക്ക് നൽകി പിന്തുണയ്ക്കുക. ഇനി താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇടവ രാശിക്കാർ രാശിചക്രത്തിൽ 2ാമത്തെ രാശിയാണ്. ഈ രാശിയുടെ അധിപൻ ശുക്രനാണ്. കൃത്തിക നക്ഷത്രത്തിലെ 2, 3, 4 പാദങ്ങൾ, രോഹിണി നക്ഷത്രത്തിലെ 1, 2, 3, 4 പാദങ്ങൾ, മകയിരം നക്ഷത്രത്തിലെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരാണ് ഈ ഇടവ രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ ഇടവ രാശിക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ വ്യക്തിപരമായി വളരെ നല്ല മനസ്സുള്ളവരാണ്. അതുപോലെ വളരെ ബുദ്ധിശാലികളാണ്. ക്ഷമാശീലരും ശാന്തരുമാണ്. പെട്ടെന്ന് വാക്ക് തെറ്റി ആരെയും ഒരു വാക്ക് പറയില്ല. ആരെയും വേദനിപ്പിക്കില്ല. അതുപോലെ മനുഷ്യരുടെ അടുത്ത് എന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യർ മുന്നിൽ ഒരു തരത്തിലും മനുഷ്യർ പിന്നിൽ മറ്റൊരു തരത്തിലും, ഇങ്ങനെ ഒരു മനുഷ്യനിൽ 10 പേരെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇടവ രാശിക്കാർ അങ്ങനെയല്ല. അവർ എപ്പോഴും പുറത്തും അകത്തും ഒരേ തരത്തിലുള്ള മനസ്സുള്ളവരായിരിക്കും. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരാണ്. ആളുകളെക്കുറിച്ച് ക്രൂരമായി ചിന്തിച്ച് ആരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്താണ് എന്നുള്ള ഇത്തരം ചിന്തകൾ ഇവർ തെറ്റിദ്ധരിച്ചു പോലും ചെയ്യില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ മുതിർന്നവരെ എല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ്. കുടുംബത്തെ അമിതമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ്. പങ്കാളിയെയും അല്ലെങ്കിൽ കുട്ടികളെയും അവർക്ക് വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് അവരെ ഒരു നിലയിൽ എത്തിക്കണം. കഷ്ടപ്പാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ മേൽ തന്നെ പോകണം എന്ന് പറഞ്ഞ് കുടുംബത്തിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇടവ രാശിക്കാരെ ആരെല്ലാം ജീവിത പങ്കാളികളായി ലഭിക്കുന്നുവോ അവർക്ക് ശരിക്കും ഒരു വലിയ പൂർവജന്മ സുകൃതം എന്ന് പറയാം. അവരെ ഭാഗ്യവാന്മാരായി നമുക്ക് പറയാം. ഇങ്ങനെ ഇവരെക്കുറിച്ച് നമ്മൾ
പറഞ്ഞുപോയാൽ എത്ര പറഞ്ഞാലും മതിയാകില്ല. എന്നാൽ ഇവരിൽ ഒരു തെറ്റും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരു നല്ല കാര്യം പറയുമ്പോൾ തീർച്ചയായും തെറ്റുകളും പറയണം. അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് കൂടുതൽ മനസ്സിലാകൂ. ആ തെറ്റുകൾ തിരുത്തി ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ വലിയ നിലയിലെത്താൻ സാധ്യതയുണ്ട്. ആ തെറ്റുകൾ എന്തെന്നാൽ ഈ ഇടവ രാശിക്കാർക്ക് കുറച്ച് ദേഷ്യവും കോപവും തിടുക്കവും പോലുള്ളവ കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഇവർ എപ്പോഴും ശാന്തമായും സമാധാനപരമായും ഇരിക്കാം. എന്തായാലും നമ്മുടെ മനസ്സിന് എത്രത്തോളം എടുക്കാമോ അത്രത്തോളം മാത്രമേ എടുക്കാവൂ. ഒന്നും അമിതമായി ചിന്തിക്കരുത്, അമിതമായി ശ്രദ്ധിക്കരുത് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അവിടെ വീണ്ടും തെറ്റുകൾ വരുത്താറുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഒരു നിമിഷം പോലും വിചാരിച്ചത്രയും നേരം ആ വാക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. വീണ്ടും ഉടൻ തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കും. ചിലപ്പോൾ ദേഷ്യവും കോപവും തിടുക്കവും, അതായത് ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓരോ ചെറിയ കാര്യത്തെയും വലുതാക്കി കണ്ട് ചിന്തിച്ച് മനസ്സമാധാനം ഇല്ലാതെ അവർ തന്നെ നരകം കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ഇവർക്ക് വഴക്കുകൾ ഉണ്ടാകുന്നത് ഓരോ ചെറിയ കാര്യത്തെയും കൂടുതലായി ശ്രദ്ധിക്കുന്നത് പോലുള്ളവ ചെയ്യുന്നത് വഴി അവരുടെ കുടുംബത്തിൽ മനസ്സമാധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ തിരുത്തി എന്തായാലും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യവും അദ്ദേഹത്തിൽ ഭാരമേൽപ്പിച്ച് നിങ്ങൾ എത്രത്തോളം ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ ധർമ്മം അനുസരിച്ച് അത്രത്തോളം ചെയ്ത് ബാക്കിയെല്ലാം ദൈവത്തിൽ ഭാരമേൽപ്പിക്കുക. അങ്ങനെയല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷവും ഉണ്ടാകില്ല. ഇത് നിങ്ങൾ തീർച്ചയായും ഓർക്കണം. കാരണം നിങ്ങളുടെ ഭാവി നന്നായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ വാക്കുകൾ പറയുന്നത്. കാരണം മാനസികമായി നിങ്ങൾ എത്രമാത്രം തളർന്നു പോകുന്നു, എത്രമാത്രം ദുഃഖിക്കുന്നു എന്നത് നിങ്ങളുടെ മനസ്സിന് മാത്രമേ അറിയൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. നിങ്ങൾ ഇപ്പോൾ മുതലെങ്കിലും സന്തോഷമായിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പറയുന്നത്. എന്നാൽ ഈ യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യാത്രകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതായത് അത് വിവാഹങ്ങളാകാം, നിങ്ങൾക്ക് ബന്ധുക്കളുടെ വിവാഹങ്ങളാകാം, ശുഭകാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരെയുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്നതാകാം. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കൂടുതലായി യാത്രകൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടുതലും ചൂടുകാലമല്ലേ, നമ്മൾ പുറത്തേക്ക് എവിടെയും പോകില്ലെന്ന് കരുതിയാലും നിങ്ങൾ ചെയ്യേണ്ട യാത്രകൾ നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കൂടുതലായി ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ തീയതികളിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുഴുവനാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കുമെന്ന് പറയാം. എങ്കിലും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ എത്ര അത്യാവശ്യമാണെങ്കിലും എത്ര അടിയന്തരമാണെങ്കിലും ഈ സ്ഥലങ്ങളിലേക്ക് പോകരുത്. അത് സുഹൃത്തുക്കൾ വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആകാം, ദൂരെയുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളോ ആകാം. അങ്ങനെയോ ഇങ്ങനെയോ പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങൾ ദാരിദ്ര്യം വിലയ്ക്ക് വാങ്ങിയതിന് തുല്യമാണ്. ശുക്രന്റെ കോപത്തിന് ഇരയാകും. നിങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ രാഹുവും കേതുവും അവരുടെ ഉഗ്രരൂപം കൂടുതൽ കാണിക്കും നിങ്ങളുടെ ജാതകമനുസരിച്ച്. ഇതുകൂടാതെ നിങ്ങൾക്ക് പിതൃദോഷങ്ങളും പിതൃശാപങ്ങളും കൂടും. എല്ലാറ്റിനുമുപരിയായി നിങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുലദൈവം ആരാണോ ആ കുലദൈവത്തിന്റെ കോപത്തിനും നിങ്ങൾ ഇരയാകും. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കുലദൈവമോ പിതൃദേവതകളോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ ആകട്ടെ, നിങ്ങൾ ചെയ്യുന്ന പൂജകളോ ദൈവങ്ങളോ ആരും നിങ്ങളെ രക്ഷിക്കില്ല. അവിടെ പോയാൽ നിങ്ങൾ എല്ലാറ്റിനും, അതായത് നിങ്ങൾ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും തയ്യാറായി പോയതിന് തുല്യമാകും. അത്രയും നെഗറ്റീവ് അവിടെ നിങ്ങളിൽ പ്രവേശിക്കും. നിങ്ങൾ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ദുരിതങ്ങളും വിലയ്ക്ക് വാങ്ങിയതിന് തുല്യമാണ്. ഇതുവരെ അനുഭവിച്ചത് പോരാതെ ഇനിയും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് പോകൂ. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് പോകരുത്. അതായത് നിങ്ങൾക്ക് അവയെക്കുറിച്ച് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആരും പോകാൻ ആഗ്രഹിക്കില്ല. അത്രയും ദോഷമുള്ളതുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോകുന്നത്. അറിയാതെ പോയി സ്വന്തം കൈകൊണ്ട് കഷ്ടപ്പാടുകൾ വിലയ്ക്ക് വാങ്ങുന്നു. അറിഞ്ഞിട്ടും ചെയ്താലോ അത് നിങ്ങളുടെ കർമ്മം. അതിന് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല.
എന്നാൽ പലർക്കും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ സൂക്ഷിക്കും. അതുകൊണ്ട് ഈ ഇടവ രാശിക്കാർക്ക് പ്രധാനമായും ഇത് പറയുകയാണ്: നിങ്ങളുടെ ജാതകമനുസരിച്ച് കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എത്രമാത്രം തളർന്നിരിക്കുന്നു, എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നതുകൊണ്ടോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നാൽ ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം കാരണം നിങ്ങൾ പോയ സ്ഥലങ്ങളാണ്. മുൻപ് പോയ ആ പ്രഭാവം ഇവിടെ നിങ്ങളെയും ബാധിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഇപ്പോഴില്ല, ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസത്തിൽ ഒരിക്കലും പോകരുത്. ആ സ്ഥലങ്ങളിൽ ആദ്യത്തെ സ്ഥലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ വീടിനടുത്ത് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആകാം, അല്ലെങ്കിൽ രക്തബന്ധമുള്ളവരിൽ ആകാം, അല്ലെങ്കിൽ ദൂരെയുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി വളരെ ദുരിതത്തിൽ കഴിയുന്നത് കാണാം. അതായത് അവരുടെ ജീവിതം വളരെ നെഗറ്റീവ് നിറഞ്ഞതായിരിക്കും. അതായത് അവർ സ്ത്രീകളോ പുരുഷന്മാരോ ആരായാലും ആകാം. അവർ ഏത് ജന്മത്തിൽ ചെയ്ത കർമ്മമോ പാപമോ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തതാണോ, എന്തായാലും അത് അവരുടെ കർമ്മം. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരാളെങ്കിലും ഉണ്ടാകും. അത് ആരാണെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാകും. അതായത് അവർക്ക് എപ്പോഴും കുടുംബത്തിൽ വഴക്കുകൾ, മനസ്സമാധാനമില്ലായ്മ, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് നല്ല ബന്ധമില്ലായ്മ, അല്ലെങ്കിൽ വേർപിരിഞ്ഞു കഴിയുക, അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ അമിതമായ കലഹങ്ങൾ, മനസ്സുരുകി മാനസികമായി തളർന്നു വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവരുടെ അടുത്ത് നിങ്ങൾ കുറച്ചുനേരം അവരുമായി സംസാരിക്കാമെന്ന് കരുതി അവർ അടുത്താണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഇരിക്കുക. അതായത് അവർ നല്ലവരാണോ ചീത്തയാണോ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. അവർ വളരെ നല്ലവരായിരിക്കും. പക്ഷേ അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്പോഴും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും, എപ്പോഴും ഒരു നിരാശയോടെയും നിസ്സഹായതയോടെയും ആയിരിക്കും. അവരുടെ സംസാരം മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കു പോലും കൂടുതൽ ദുഃഖിക്കുന്ന, എന്താണെന്ന് വെച്ചാൽ ജീവിതങ്ങളെ കുറച്ചെങ്കിലും ഉള്ള ജീവിതത്തെയും നരകമാക്കിക്കൊണ്ടിരിക്കും. ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ പുറമെ ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ ചിരിക്കുന്നവരുടെ അടുത്ത് പോയി കുറച്ചുനേരം ഇരുന്നാൽ നമ്മുടെ മനസ്സിലുള്ള ആ സമ്മർദ്ദവും കുറഞ്ഞ് നമ്മളും സന്തോഷമുള്ളവരായി മാറും. എന്നാൽ ഈ നെഗറ്റീവ് ആളുകൾ ആരാണോ അവരുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുമ്പോൾ, അത് ഫോണിലായാലും സംസാരിക്കുമ്പോൾ, എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ആ മനസ്സ് കുറച്ചു പോയി നമ്മളും നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവായി ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റും ആരാണോ ഉള്ളത്, ദയവായി അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകരുത്. അങ്ങനെയുള്ളവരുമായി സംസാരിക്കാൻ ശ്രമിക്കരുത്. അവരുടെ വീടിന്റെ പടി പോലും ചവിട്ടരുത്. അവരെ ഫോൺ വിളിക്കുകയും ചെയ്യരുത്. അവർ നല്ലവരായിരിക്കാം, അല്ലെങ്കിൽ ചീത്തയായിരിക്കാം. ഏത് തരത്തിലുള്ളവരായാലും, അതായത് അവരുടെ വാക്കുകൾ എങ്ങനെയായിരിക്കുമെന്നാൽ എന്തോ ആകട്ടെ, ഉണ്ട്, എന്തോ ആകട്ടെ, ഞങ്ങളുടെ വിധി, ഞങ്ങളുടെ സമയം മോശമാണ്, ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ നശിച്ചുപോയി, എന്തോ ആകട്ടെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, അതൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് സ്ത്രീകളാകാം, പുരുഷന്മാരാകാം. അങ്ങനെ കൂടുതലായി അശാന്തിയും ദുഃഖവും ഇങ്ങനെയുള്ളവരുമായി അവർ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായി നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായി നിങ്ങൾ സംസാരിക്കരുത്. പ്രധാനമായും ഈ മാസം നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഏപ്രിൽ 11, 12, 13, 14, 15 ഈ തീയതികളിൽ, അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുഴുവൻ അവരുമായി സംസാരിക്കരുത്. ദയവായി അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അങ്ങനെയുള്ളവരുമായി സംസാരിച്ചാൽ നിങ്ങളും അതുപോലെയായി മാറുകയും നെഗറ്റീവായി ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും. അവർക്ക് ദുരിതങ്ങളുണ്ട്, അതുകൊണ്ട് അവർ അങ്ങനെ സംസാരിച്ചേക്കാം. എന്നാൽ അതെല്ലാം നമ്മുടെ മേൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലാതെ ചിരിച്ചും സന്തോഷത്തോടെയും ഉള്ളവരുമായി, ഉള്ളതിൽ സന്തോഷിക്കുന്നവരുമായി സംസാരിക്കുമ്പോൾ
നമുക്കും ഒരു പുതിയ ഉന്മേഷവും ഉത്തേജനവും ഉണ്ടാകും. ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നെഗറ്റീവ് ആളുകളുമായി സംസാരിക്കുമ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഭയങ്ങളും ദുഃഖങ്ങളും ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ എത്ര അടുത്തവരാണെങ്കിലും ദയവായി അങ്ങനെയുള്ളവരുമായി സംസാരിക്കരുത്. പ്രാണസ്നേഹിതരാണെങ്കിലും അടുത്തവരാണെങ്കിലും അങ്ങനെയുള്ളവരുമായി സംസാരിക്കരുത്. ഇത് നിങ്ങൾ തീർച്ചയായും ഓർക്കുക. നിങ്ങൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഒന്നാമത്തേതാണ്. ഇനി രണ്ടാമത്തെ സ്ഥലം വരുമ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധയോടെ ഓർക്കുക. ഈ ഏപ്രിൽ മാസത്തിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ വിളിച്ചു, അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചു, കുറച്ച് രസകരമായി എവിടെയെങ്കിലും, അതായത് വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാം. അവിടെ നല്ല തണുപ്പും രസകരവുമായിരിക്കും. ഇപ്പോൾ ഈ മാസത്തിൽ എന്താണെന്ന് വെച്ചാൽ അവധി ദിവസങ്ങളും കൂടുതലായി വരും. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഈ നാൾ സുഹൃത്തുക്കൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് ഫോണുകളിൽ സംസാരിച്ച് അങ്ങനെ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ നമുക്ക് നല്ല അവധി ദിവസങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് പോയാൽ തണുപ്പായിരിക്കും. അവിടെ വെള്ളമുള്ള സ്ഥലമാണ്. ധാരാളം ആളുകൾ പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പോകാം, ഞങ്ങൾ വരാം, നിങ്ങളും വരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് ചൂടായിരിക്കും. ആ ചൂട് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ പോയാൽ മനസ്സിന് ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ എല്ലാം തണുപ്പായിരിക്കും. വെള്ളമുള്ള സ്ഥലങ്ങൾ, ഈ വെള്ളച്ചാട്ടങ്ങൾ ആകട്ടെ, കുളങ്ങൾ ആകട്ടെ, തടാകങ്ങൾ ആകട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് പോകാറുണ്ട്. അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ പോകണം എന്ന് ആലോചന ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സമയങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പോയാൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ നമുക്ക് തണുപ്പ് വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു നല്ല കാലാവസ്ഥ നമ്മുടെ വീടുകളുടെ അടുത്ത് പോലും ഉണ്ടാക്കാൻ കഴിയും. ആ സ്ഥലങ്ങളിലേക്ക് എന്തിനു പോകരുത് എന്ന് ഇവിടെ ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ വെള്ളമുള്ള സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവയുടെ ആഴം നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. മുകളിൽ വെള്ളം എന്താണെന്ന് വെച്ചാൽ വളരെ ശാന്തമായി കാണപ്പെടും. പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മളെ വലിച്ചെടുക്കുന്ന ഒരു ദുഷ്ടശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കില്ല. അതായത് നമുക്ക് അപകടം ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. അവിടെ ആ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഈ പായൽ പിടിച്ച് പാറകൾ, കല്ലുകൾ അങ്ങനെയുള്ള ഉണ്ടാകും. ഒരു ചെറിയ കാൽ വഴുതി നമ്മൾ ആ അപകടത്തിലേക്ക് പോകുകയാണെങ്കിൽ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് പോയതുപോലെയാണ് കാൽ വഴുതി വീഴുക. എന്നാൽ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് നമ്മൾ പോയതുപോലെയാണ്. ആരെയും വിളിച്ച് നമ്മളെ രക്ഷിക്കാൻ ആവശ്യപ്പെടാനുള്ള അവസരം പോലും അവിടെ നമുക്ക് ലഭിക്കില്ല. കാരണം രാഹുകേതുക്കൾ അങ്ങനെ ആകർഷിക്കും. രാഹുകേതുക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് പോകുന്നതുപോലെയാണ് അവിടെ കണക്കാക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചാൽ സംഭവിക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു തവണ അതും നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് അത് നമുക്ക് അപകടമാണ്. ഒരു കാൽ വഴുതി ആ രൂപത്തിൽ വീഴാം. അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ആഴം കുറവാണെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നുണ്ടാകും. അവർ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുന്നു, നമ്മളും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാം. അത്ര ആഴം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പോകുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപകടം അവിടെയുണ്ടാകും. മറ്റുള്ളവർക്ക് പോകാം, അത് അവരുടെ ഭാഗ്യമാണ്. പക്ഷേ നിങ്ങൾ അബദ്ധത്തിൽ ആഴം കുറവാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കാൽ വെച്ച സ്ഥലത്ത് അമിതമായ ആഴം ഉണ്ടാകാം. അവിടെ ചുളികളും ചുഴലികളും ഉണ്ടാകാം. അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാം, വീണുപോകാം. ഒരിക്കൽ അങ്ങനെയൊരു അപകടം സംഭവിച്ചാൽ പിന്നെ തിരികെ വരാൻ അവസരം ഉണ്ടാകില്ല. ജീവൻ കാറ്റിൽ അലിഞ്ഞുപോയതുപോലെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ അബദ്ധത്തിൽ പോലും ഈ സമയത്ത് പോകരുത്. ഒരിക്കൽ പോയാൽ വളരെ ബുദ്ധിമുട്ടിലാകുമെന്ന് ഓർക്കുക. നിങ്ങൾക്ക് അത്തരം ഒരു കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയാണ് വേണ്ടതെങ്കിൽ വീട്ടിൽ തന്നെ മനോഹരമായി ശാന്തമായി പച്ച ചെടികളുടെ അടുത്ത് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുക. കുറച്ച് വെള്ളം മനോഹരമായി ഒരു ഡബ്ബിലോ മറ്റോ ഒഴിച്ച് അവിടെ കുറച്ച് വെള്ളത്തിൽ ശാന്തമായി സമയം ചെലവഴിക്കുക. വെള്ളത്തിൽ കളിക്കുക. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് വീടുകളിലും ഒരുപാട് വഴികൾ കണ്ടെത്താൻ കഴിയുമല്ലോ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു
രൂപ പണം ചിലവഴിച്ചത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം കഷ്ടപ്പെടുന്നത് കുറച്ച് സുഖിക്കാൻ വേണ്ടിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രാണൻ കാട്ടിൽ അലിഞ്ഞുപോയതിനു ശേഷം ഈ സമ്പാദ്യങ്ങൾ എന്തിന്, ഇതെല്ലാം എന്തിന്? നമ്മുടെ പ്രാണനേക്കാൾ പ്രധാനപ്പെട്ടതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പലരും തെറ്റുകൾ ചെയ്ത് എത്രയോ പേർ അവരുടെ 100 വർഷത്തെ ജീവിതം ചെറിയ പ്രായത്തിൽ അവസാനിപ്പിച്ചവരുണ്ട്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകരുത്. നീന്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ശാന്തമായി അവിടെ കളിക്കാൻ വേണ്ടിയോ കുളിക്കാൻ വേണ്ടിയോ ദയവായി എന്ന് കരുതി ഇത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ശ്രദ്ധ അത്യാവശ്യമാണ്. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മേൽ വീണ് കരയുന്നവർ ആരെല്ലാമുണ്ടോ ആ സ്ഥലങ്ങളിലേക്ക് പോകരുത്. അതുപോലെ ഇവയോടൊപ്പം മന്ത്രതന്ത്ര പൂജകൾ ചെയ്യുന്നവർ ചിലരുണ്ട്. അതായത് പൂജകൾ ചെയ്യുക, ഇവർ നശിക്കണം, അവർ ഇങ്ങനെയാകണം, ഇത് എന്ന് പറഞ്ഞ് പകയോടെ അസൂയോടെ അവരുടെ കുടുംബങ്ങൾ നശിച്ചുപോകണമെന്ന് പറഞ്ഞ് ദുർമന്ത്രവാദങ്ങൾ, ദുഷ്പ്രയോഗങ്ങൾ ചിലർ ചെയ്യാറുണ്ട്. അത്തരം ആളുകളുള്ള സ്ഥലത്തേക്ക് പോകരുത്. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ രക്തബന്ധമുള്ളവരിലോ ആരെങ്കിലും നിങ്ങളുടെ പുരോഗതി കാണാൻ കഴിയാതെ പലവിധത്തിൽ കരയുന്നുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് അബദ്ധത്തിൽ പോലും പോകരുത്. അവരുടെ വീടുകളുടെ പടി പോലും നിങ്ങൾ ചവിട്ടരുത്. ഈ മന്ത്രതന്ത്ര പ്രയോഗങ്ങളും ദുഷ്പ്രയോഗങ്ങളും ദുഷ്പൂജകളും ചെയ്യുന്നവരുടെ വീടുകളിലേക്ക് പോയാൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ ആ നെഗറ്റീവ് ഊർജം നിങ്ങളെ വലയം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് അങ്ങനെയുള്ളവർക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അവരുടെ കണ്ണിൽ ഒരു തരത്തിൽ പെട്ടവരെ ആരെയും അവർക്ക് ദുഷ്പ്രയോഗങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സ്ഥലങ്ങളിലേക്ക് അബദ്ധത്തിൽ പോലും നിങ്ങൾ പോകരുത്. അങ്ങനെയുള്ളവരുടെ സ്ഥലത്തേക്ക് പോയാൽ അവിടെയുള്ള ദുഷ്ടശക്തികളും ആത്മാക്കളുമെല്ലാം നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് സ്ഥലങ്ങളിലേക്ക് പോകരുത്. ഇതുകൂടാതെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയിലൂടെ പോയാൽ വേഗത്തിൽ എത്താമല്ലോ എന്ന് കരുതി 4 വഴികൾ ചേരുന്ന റോഡുകളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ശ്മശാനങ്ങളുള്ള അങ്ങോട്ടേക്ക് പോകുന്നതും പോലുള്ള സ്ഥലങ്ങളിലൂടെ നിങ്ങൾ കാറുകളിലോ വണ്ടികളിലോ യാത്ര ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജോലികൾക്കായി നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിയോ അല്ലെങ്കിൽ അർദ്ധരാത്രി 12 മണിയോ ആകുമ്പോൾ ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെ ആ സമയങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അത്തരം സമയങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ആത്മാക്കൾ, പ്രേതാത്മാക്കൾ, ദുഷ്ടശക്തികൾ എന്നിവയെല്ലാം ആ സമയങ്ങളിൽ കൂടുതലായി ചുറ്റി സഞ്ചരിക്കും. അവ നിങ്ങളെ ഏതെങ്കിലും ഒരു കാട്ടോ പൊടിയോ രൂപത്തിൽ പിടിച്ച് പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത്തരം സ്ഥലങ്ങളിലേക്ക് അബദ്ധത്തിൽ പോലും പോകരുത്. ഇത് നിങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മേൽ വീണ് കരയുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ വളർച്ച കണ്ട് കരയുന്ന ആളുകൾ ആരാണോ ഉള്ളത്, അവരുടെ വാക്കുകൾ ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് അവരുടെ വാക്കുകളും ബുദ്ധിയും ഏതെങ്കിലും ഒരു രൂപത്തിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ സന്തോഷമായി ഇരിക്കുമ്പോൾ അവർ ദുഃഖിക്കുകയും നിങ്ങൾ ദുഃഖിക്കുമ്പോൾ അവർ സന്തോഷമായിരിക്കുകയും ചെയ്യുന്നത് പോലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാകും. അങ്ങനെയുള്ളവരുടെ വീട്ടുപടിക്കൽ പോലും ചവിട്ടരുത്. അവരുടെ കയ്യിൽ നിന്ന് വെറും പച്ചവെള്ളം പോലും കുടിക്കരുത്. അതായത് ചായ, കാപ്പി കുടിക്കുക, അവരുടെ വീടുകളിൽ പോയി വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്യരുത്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വെള്ളം കുടിച്ചാൽ പോലും ആ കരച്ചിലുകളെ നമ്മൾ സ്വീകരിച്ചതിന് തുല്യമാണ്. അതായത് ആ കണ്ണുകളിലൂടെ നോക്കുന്ന നോട്ടം ഉണ്ടല്ലോ, മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ആ വിഷം മുഴുവൻ അവരുടെ കണ്ണുകളിലുണ്ടാകും. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വെള്ളം കുടിച്ചാലും ചായ കുടിച്ചാലും കാപ്പി കുടിച്ചാലും അവരുടെ കയ്യിൽ വെച്ച ഭക്ഷണം കഴിച്ചാലും അവിടെ നിന്നാണ് നമുക്ക് ദരിദ്രം ആരംഭിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വീടുകളിലേക്ക് പോകരുത്. മടി കാണിക്കരുത്. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവർ കൈകൊണ്ട് എന്ത് തന്നാലും കഴിക്കരുത്, കുടിക്കരുത്. അവരുമായി എത്രത്തോളം അടുത്തിരിക്കണമോ അത്രത്തോളം മാത്രം അടുത്തിരിക്കുക. സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ല, നിർബന്ധമാണെങ്കിൽ എത്രത്തോളം സംസാരിക്കണമോ അത്രത്തോളം മാത്രം സംസാരിക്കുക. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധ തീർച്ചയായും എടുക്കുക. ഇപ്പോൾ പറഞ്ഞ ഈ 3 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞ ഈ തീയതികളിൽ മാത്രമല്ല, ഈ ഏപ്രിൽ മാസം മുഴുവനും നിങ്ങൾ അവിടേക്ക് പോകരുത്. ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ തീർച്ചയായും എടുക്കുക. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ്
പോയാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനി പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് വളരെ നല്ലത് വരും. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പുരാതന ശിവക്ഷേത്രങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ തണുപ്പായിരിക്കും. അവിടെ ശിവലിംഗത്തിന് ഒരു കുടം വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെമ്പ് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്താൽ ശിവൻ എത്രത്തോളം സന്തോഷിക്കുമോ അതുപോലെ നമ്മുടെ മനസ്സുകളും അത്രത്തോളം തണുക്കും. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് പുരാതന ശിവക്ഷേത്രങ്ങളിൽ പോയി ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക. അതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കോ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഉള്ളവർക്ക് പാൽ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീമുകൾ, ജ്യൂസുകൾ ഇങ്ങനെയുള്ളവ നൽകി ഈ വേനൽക്കാലത്ത് അവർക്ക് സഹായിച്ചാൽ അതിലൂടെയും നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾക്കുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. അതുപോലെ പശുവിൻ ഭക്ഷണമായി പച്ചപ്പുല്ല് നൽകുന്നത്, ഗോപൂജ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നല്ലത് വരും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ തീയതികളിൽ മാത്രം ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധകൾ എടുക്കുക. ആ സ്ഥലങ്ങളിലേക്ക് പോകരുത്. അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പുരാതനമായ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നല്ലത് വരും. മനസ്സിലായല്ലോ? ഞങ്ങൾ പറഞ്ഞ തീയതികളിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുഴുവൻ ഏത് സ്ഥലങ്ങളിലേക്ക് പോകരുത്, എന്തുകൊണ്ട് പോകരുത്, ഒരുപക്ഷെ പോയാൽ എന്ത് നഷ്ടങ്ങൾ സംഭവിക്കും, അതുപോലെ നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോ രാശിക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.